ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മളുടെ ഈ സബ്ജക്റ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇതോടുകൂടി മൊഡ്യൂളും ഈ പോർഷൻസും തീരുവാണ്. ഇതൊരു തിയറി ടോപ്പിക്കുമാണ്, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്കുമാണ്. രണ്ട് രീതിയിലും ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. രണ്ടും അറ്റ് എ ടൈം ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഒന്നുമില്ലേ തിയറി അല്ലെങ്കിൽ പ്രോബ്ലം അങ്ങനെ മാത്രമല്ല, തിയറിയും പ്രോബ്ലവുമായിട്ടും ഒരു തവണ, ഒന്നോ രണ്ടോ തവണ ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടോപ്പിക്കാണ്, ഒരു ഇച്ചിരി വലുപ്പം കൂടിയ ടോപ്പിക്കാണ്, ഒരല്പം പാടുള്ള ടോപ്പിക്കുമാണ് ഇത്. പക്ഷേ 100% ഷുവറാണ്. ഇതിൽ നിന്ന് 10 മാർക്കിൻ്റെ മിനിമം ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാവും. മിനിമം 10 മാർക്ക്. അത് കൂടുതലാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളത്, പക്ഷേ മിനിമം 10 മാർക്കിൻ്റെ ചോദ്യം ഈ ടോപ്പിക്കിൽ നിന്നുണ്ടാവും. ഇതൊരു തിയറി പ്ലസ് പ്രോബ്ലം ടോപ്പിക്കാണ്. രണ്ടും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടോപ്പിക്കാണ്, മൊഡ്യൂൾ 6ൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്, നമ്മുടെ സബ്ജക്റ്റിൻ്റെ അവസാനത്തെ ടോപ്പിക്ക്. സോ ടോപ്പിക്കിൻ്റെ പേര് ഷെബിഷെവ് സ്പേസിങ്. സോ ഷെബിഷെവ് സ്പേസിങ് എന്ന് പറയുന്നത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസിഷൻ പോയിൻറ്റ്സ്, സ്ട്രക്ചറൽ എറർ, ഇതിൻ്റെ എല്ലാം തിയറിയെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതേ കാര്യങ്ങൾ പ്രോബ്ലത്തിൻ്റെ അകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് പ്രോബ്ലം സോൾവും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതായത് സപ്പോസ് നമുക്കൊരു ഫങ്ഷൻ ഉണ്ട്, y = f(x) എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഫങ്ഷൻ നമുക്കൊരു കർവായിട്ട് പ്ലോട്ട് ചെയ്യാമല്ലോ. എങ്ങനെ അത് കർവായിട്ട് പ്ലോട്ട് ചെയ്യാം? yക്ക് y1 അല്ലെങ്കിൽ എക്സിന് x1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് y1 കണ്ടുപിടിക്കാം. അതുപോലെ എക്സിന് x2 ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ yക്ക് y2 കണ്ടുപിടിക്കാം. അങ്ങനെ y3, y4, y5 നമുക്ക് ഇഷ്ടംപോലെ വാല്യൂസ് കണ്ടുപിടിക്കാം. സോ ഇത് രണ്ടും കൂടെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ x1ഉം y1ഉം കൂടെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കർവ് കിട്ടും. സോ ചില ഡിസൈൻ സിറ്റുവേഷനുകളിൽ നമുക്ക് ഒരു ഫങ്ഷൻ തന്നിട്ട് ഈ ഫങ്ഷൻ്റെ അല്ലെങ്കിൽ ആ ഫങ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന കർവ് കിട്ടത്തക്ക രീതിയിൽ ഒരു മെക്കാനിസം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളുടെ പോളിനോമിയൽ ക്യാമിൽ നമ്മൾ ആ പോളിനോമിയൽ ഫങ്ഷൻ അനുസരിച്ചാണ് ക്യാം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഫങ്ഷൻ, ആ ഫങ്ഷൻ അനുസരിച്ച്, ആ ഫങ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന കർവിനനുസരിച്ച് ഓരോ പോളിനോമിയൽ ഫങ്ഷനും ഓരോ കർവ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ക്യാം പ്രൊഫൈൽ പഠിച്ചപ്പോൾ കണ്ടു. എലിപ്സ്, ഹൈപ്പർബോള, പരാബോള, സർക്കിള്, എല്ലാത്തിനും ഒരു പോളിനോമിയൽ ഫങ്ഷൻ ഉണ്ട്. എല്ലാം ഒരു പോളിനോമിയൽ ഫങ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാം. സോ ഒരു ഫങ്ഷൻ്റെ ഔട്ട്പുട്ട് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന കർവ് അനുസരിച്ച് മൂവ് ചെയ്യേണ്ട ഒരു മെക്കാനിസം നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടി വരികയാണ് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, സോ അതായത് അതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു 4 ബാർ മെക്കാനിസമാണ്. 4 ബാർ മെക്കാനിസം ABCD, AB ക്രാങ്ക്, BC കണക്റ്റിംഗ് റോഡ്, CD ഫോളോവർ, AD ഫിക്സഡ് ലിങ്ക്. ഇതിൻ്റെ ഇൻപുട്ട് ലിങ്ക് അല്ലെങ്കിൽ ക്രാങ്ക് x1, x2, x3, x4 എക്സെട്ര എന്നീ പോയിന്റുകളിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ലിങ്ക് y1, y2, y3, y4 എന്നീ കറസ്പോണ്ടിങ് പോയിന്റുകളിലൂടെ മൂവ് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു മെക്കാനിസമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതായത് ഇങ്ങനെ മൂവ് ചെയ്യുന്നൊരു മെക്കാനിസമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതാണ് പ്രോബ്ലം എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, സോ നമ്മൾ അവിടെയാണ് ഷെബിഷേവ് സ്പേസിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ, അതായത് നമ്മുടെ കയ്യിൽ ഒരു പോളിനോമിയൽ ഫങ്ഷൻ ഉണ്ട്, ആ ഫങ്ഷൻ മൂലമുണ്ടാവുന്ന കർവിൻ്റെ ഷേപ്പ് നമ്മളുടെ കയ്യിലുണ്ട്, ആ ഷേപ്പിനനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു മെക്കാനിസം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അവിടെയാണ് നേരത്തെ പറഞ്ഞ ഷെബിഷേവ് സ്പേസിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യമേ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. എങ്ങനെ? നേരത്തെ പറഞ്ഞ y = f(x) എന്ന് പറയുന്ന ഫംഗ്ഷനിലെ എക്സിന് x0, x1, x2, x3 തൊട്ട് അങ്ങനെ n വാല്യൂസ്, ഇത് ഞാൻ ജനറലൈസ് ചെയ്താണ് പറയുന്നത്. എക്സിന്
0 to n വരെ വാല്യൂസ് എന്ന് കൊടുക്കുന്നു എന്ന് പറയുന്നതിന് പകരം x0 x1 ഓരോരോ വാല്യൂകൾ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ കറസ്പോണ്ടിങ് y0 y1 y2 എക്സെട്ര അപ് ടു yn വരെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഒരു XY ഗ്രാഫിൽ, അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും ഉള്ള ഒരു ഗ്രാഫിൽ ഈ വാല്യൂസ് പ്ലോട്ട് ചെയ്യുന്നു. ആ പ്ലോട്ട് ചെയ്തതാണ് ദാ ഈ കാണുന്ന ഒരു ഡാർക്ക് ലൈൻ. അതായത് ഡാർക്ക് ആയിട്ടുള്ള എൻ്റെ ഈ ലേസർ പോയിന്റർ പോകുന്ന പാത്ത്. അതായത് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. x0 മാർക്ക് ചെയ്യുന്നു, ഒരു ഡോട്ട് ഇട്ട് മുകളിലേക്ക് വരയ്ക്കുന്നു. കറസ്പോണ്ടിങ് y0 ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും. അങ്ങനെ വീണ്ടും x1 മുകളിലേക്ക് ഡോട്ട് ഇട്ടു മാർക്ക് ചെയ്യുന്നു, y1. ഇത് റഫായിട്ട് വരച്ചാൽ മതി, ഡയമെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തിയറിയാണ് പറയുന്നത്. തിയറി ചോദിക്കുമ്പോൾ എഴുതി വെക്കാൻ വേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. സോ y1ഉം x1ഉം കൂടെ മീറ്റ് ചെയ്യുന്ന അടുത്ത പോയിന്റ് കിട്ടി. അങ്ങനെ y2 x2 മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് കിട്ടി. y3ഉം x3ഉം മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് കിട്ടി. അങ്ങനെ അങ്ങനെ y4 x4 മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ്, അങ്ങനെ ഇഷ്ടംപോലെ അപ് ടു yn xn വരെ നമുക്ക് കിട്ടുന്നു. ആ പോയിന്റുകളെല്ലാം കൂടെ ചേർത്ത് കൊണ്ട് ഒരു സ്മൂത്ത് കർവ് വരച്ചതാണ് ഈ കാണുന്ന ഡാർക്ക് ലൈൻ. ഓക്കെ, ഇതാണ് ആ ഫങ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന കർവ്. അതായത് ആ ഫങ്ഷൻ്റെ അകത്ത് എക്സിനും ഓരോരോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന കർവ്. ഇതിനെ നമ്മൾ ഡിസൈർഡ് ഫങ്ഷൻ കർവ് എന്ന് വിളിക്കും. ഡിസൈർഡ് ഫങ്ഷൻ കർവ് എന്ന് വിളിക്കാൻ കാരണം നമുക്ക് വേണ്ടത് ഈ കർവാണ്. അതായത് ആ മെക്കാനിസം നമുക്കുണ്ടാക്കി തരേണ്ടത് ഈ കർവാണ്. പക്ഷേ ഒരിക്കലും നമുക്ക് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണേലും കുറേ ഡിഫിക്കൽട്ടീസ് അതിലുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അവിടെ വേരിയേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളുടെ മെക്കാനിസം ഇങ്ങനെ ഒരു പാത്തിൽ മൂവ് ചെയ്യണമെന്നാണ്. പക്ഷേ നമ്മൾ ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ ആ മെക്കാനിസം മൂവ് ചെയ്തത് ദാ ഈ കാണുന്ന ഡോട്ടഡ് ലൈൻ ഇട്ട പാത്തിലാണ് എന്ന് വിചാരിക്കുക. എപ്പോഴും അങ്ങനെയായിരിക്കും. നമ്മൾ പേപ്പറിൽ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്ന ഉത്തരവും റിയൽ ലൈഫിൽ കിട്ടുന്ന ആൻസറും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു വണ്ടിയുടെ പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേപ്പറിൽ കിട്ടുന്ന പവറും റിയൽ ലൈഫിൽ റോഡിൽ കിട്ടുന്ന പവറും കണ്ടിട്ടില്ലേ? ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ മൈലേജും പവറും ഒക്കെ സ്പെസിഫിക്കേഷനിൽ എഴുതുമ്പോൾ അത് പേപ്പറിൽ കിട്ടുന്ന മൈലേജും പവറും ആയിരിക്കും. അതൊന്നും ഒരിക്കലും നമുക്ക് റിയൽ ലൈഫിൽ മീറ്റ് ചെയ്യണമെന്നില്ല, 100% മീറ്റ് ചെയ്യണമെന്നില്ല. ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അതുപോലെ കണ്ടാൽ മതി. സോ റിയൽ മെക്കാനിസത്തിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഈ ഒരു ഡോട്ടഡ് കർവ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നോക്കിയേ. സോ അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട കർവ്. നമ്മുടെ മെക്കാനിസത്തിൽ നിന്ന് കിട്ടുന്നത് ഇത്. രണ്ടിൻ്റെയും ഡിഫറൻസ് കണ്ടോ? സോ ഇവയ്ക്കിടയിൽ ഒരു വേരിയേഷൻ ഉണ്ട്. പക്ഷേ ഇവ രണ്ടും ചില സ്ഥലങ്ങളിൽ പരസ്പരം മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അപ്പോൾ ഈ ഒരു പോയിന്റ് എടുക്കാം. ഈ ഒരു പോയിന്റിൽ നോക്കിക്കേ, നമ്മൾ ആഗ്രഹിച്ച വാല്യൂ എത്രയാ? ഇത് തന്നെ, x1 y1. മെക്കാനിസം ഉണ്ടാക്കിയ വാല്യൂ, മെക്കാനിസം മൂവ് ചെയ്യപ്പോൾ കിട്ടിയ വാല്യൂ ഇത് തന്നെ അല്ലേ? അതായത് രണ്ടും ഒന്നായി. ഡിസൈഡ് ഫംഗ്ഷൻ കർവും കർവ് ജനറേറ്റഡ് ബൈ ദ മെക്കാനിസവും ഒന്നായി. അതായത് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് നമുക്കത് ആ മെക്കാനിസത്തിൽ നിന്ന് കിട്ടി. അത് എവിടെ? ഈ ഒരു പോയിന്റിൽ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അതുപോലെ വീണ്ടും ഒരു പോയിന്റ് ഉണ്ട് ഇതാ. ഇവിടെയും നമ്മൾ ഉദ്ദേശിച്ച കർവ് ഇത്, മെക്കാനിസം പോയ വഴി ഇത്. ഇവ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിൽ ആ രണ്ട് വാല്യൂവും ഒന്നായി. അതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ വീണ്ടും ഒരു പോയിന്റ് കിട്ടി. ഈ പോയിന്റിനെ പ്രിസിഷൻ പോയിന്റ് എന്ന് വിളിക്കും. അതായത് പ്രിസിഷൻ പോയിന്റ്സ് ആർ ദ പോയിന്റ്സ് വെയർ ദ കർവ് ജനറേറ്റഡ് ബൈ ദ മെക്കാനിസം മീറ്റ്സ് ദ ഡിസൈർഡ് ഫംഗ്ഷൻ കർവ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഉദ്ദേശിച്ചതും നമ്മൾ ഉണ്ടാക്കിയെടുത്തതും ഒന്നായ അവസ്ഥ. അത് ചില പോയിന്റുകളിലേ ഒന്നാവത്തുള്ളൂ. ആ പോയിന്റിനെയാണ് പ്രിസിഷൻ പോയിന്റുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ പ്രിസിഷൻ പോയിന്റിലല്ലാത്തുള്ള സ്ഥലങ്ങളിൽ നോക്കിക്കേ. ഇപ്പോൾ ഈ ഒരു സെക്ഷൻ നോക്കുക. ഈ പ്രിസിഷൻ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് P ഉപയോഗിച്ചാണ്.
ഇത് ഒന്നാമത്തെ പ്രിസിഷൻ പോയിന്റ് ആയതുകൊണ്ട് ഇതിനെ P1 എന്ന് വിളിക്കുന്നു, രണ്ടാമത്തെ പ്രിസിഷൻ പോയിന്റ് P2, മൂന്നാമത്തെ പ്രിസിഷൻ പോയിന്റ് P3. ഇനി ഈ രണ്ട് പ്രിസിഷൻ പോയിന്റുകൾക്കിടയിലുള്ള സ്പേസ് നോക്കിക്കേ. ഇവിടെ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച പാത്ത്, ഇതാണ് നമ്മളുടെ മെക്കാനിസം പോയ പാത്ത്. ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അതായത് ഇപ്പം ഞാൻ ആ വരയ്ക്കുന്ന ഭാഗം നോക്കുക. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഒന്ന് ഹാച്ച് ചെയ്യുവാണ്. ഇതിനെ സ്ട്രക്ചറൽ എറർ എന്ന് വിളിക്കും. സ്ട്രക്ചറൽ എറർ എന്ന് വിളിക്കും. ബേസിക്കലി ഇതൊരു എററാണ്. എന്താണ് എറർ? നമ്മൾ ഉദ്ദേശിച്ചത് ഈ വഴി മൂവ് ചെയ്യണം എന്നാണ്, നമുക്ക് കിട്ടിയത് ഈ വഴിയാണ്. സോ ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സ്ട്രക്ചറൽ എറർ എന്ന് വിളിക്കുന്നത്. ഇതേ സ്ട്രക്ചറൽ എറർ എവിടെയുണ്ട്? ഇതാ ഇവിടെയുണ്ട്. എനിക്കിപ്പോൾ വരയ്ക്കാനാണെങ്കിൽ ഇവിടെയും സ്ട്രക്ചറൽ എറർ ഉണ്ടാവും. ഓക്കെ, സോ നമ്മളൊരു മെക്കാനിസം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു പാത്തിൽ കൂടെ മൂവ് ചെയ്യേണ്ട മെക്കാനിസമാണ്. പക്ഷെ അതൊരിക്കലും കിട്ടത്തില്ല. ഈ ഡോട്ടഡ് പാത്തേ നമുക്ക് കിട്ടത്തുള്ളൂ. അതങ്ങനെയാണ്. പല പല പോരായ്മകളും ലിമിറ്റേഷനും കൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ. സോ കിട്ടത്തില്ല എന്നറിയാമെങ്കിലും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ മെക്കാനിസം മൂവ് ചെയ്യത്തില്ല എന്നറിയാമെങ്കിലും ആ എറർ, ഈ കാണുന്ന എറർ കുറയ്ക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുക. അതായത് ഇതിനെ കുറച്ചും കൂടെ അടുത്തേക്ക് കൊണ്ടുവരിക. ഇപ്പം നടുക്ക് കൂടെ, അതായത് നമ്മൾ ഉദ്ദേശിച്ച കർവ് ഇതാണ്, അതിനെ ടച്ച് ചെയ്ത് പോയില്ലെങ്കിലും അതിൻ്റെ ഒരു ഏകദേശം അടുത്തുകൂടെ പോവുക. അതിനെയാണ് സ്ട്രക്ചറൽ എറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ പ്രിസിഷൻ പോയിന്റുകൾ അല്ലെങ്കിൽ ഈ പ്രിസിഷൻ പോയിന്റുകളുടെ എണ്ണം, അവയുടെ ലൊക്കേഷൻ എന്നിവയെല്ലാം സ്ട്രക്ചറൽ എററിനെ തീരുമാനിക്കും. അതായത് സ്ട്രക്ചറൽ എറർ കൂടുതലോ കുറവോ എന്ന് തീരുമാനിക്കുന്നത് ഈ പ്രിസിഷൻ പോയിന്റുകളുടെ എണ്ണമാണ്. സപ്പോസ് പ്രിസിഷൻ പോയിന്റിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പോയിന്റുകളെല്ലാം പരസ്പരം അടുത്തടുത്തടുത്ത് വരും. അപ്പോൾ സ്ട്രക്ചറൽ എറർ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? കുറയും. പ്രിസിഷൻ പോയിന്റുകളുടെ എണ്ണം കുറഞ്ഞാലോ സ്ട്രക്ചറൽ എറർ കൂടും. ജനറലി പ്രിസിഷൻ പോയിന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 തൊട്ട് 6 വരെയാണ്. അത് കാണാതെ പഠിച്ചു വെക്കണം. 3 തൊട്ട് 6 വരെയാണ് ഒരു ഒപ്റ്റിമം നമ്പർ ഓഫ് പ്രിസിഷൻ പോയിന്റ്സ്. അത് ഏതൊരു മെക്കാനിസം ഡിസൈൻ ചെയ്താലും. 6ൻ്റെ മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനുള്ള ഡിഫിക്കൽട്ടി വളരെ കൂടും. ഓക്കെ, 3ൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ എററും കൂടും. അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3 to 6 ആണ് ഒരു ഒപ്റ്റിമം നമ്പർ ഓഫ് പ്രിസിഷൻ പോയിന്റ്സ്. പ്രിസിഷൻ പോയിന്റ്സിൻ്റെ എണ്ണം 6ന് മുകളിൽ കൂടിക്കഴിഞ്ഞാൽ, അതായത് ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി കൂടും. ആക്യുറസി കൂടും, പക്ഷേ അതുപോലെ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനുള്ള ഡിഫിക്കൽട്ടിയും കൂടും. സപ്പോസ് പ്രിസിഷൻ പോയിന്റിൻ്റെ എണ്ണം വളരെ കുറഞ്ഞാലോ സ്ട്രക്ചറൽ എററും കൂടിപ്പോകും. അപ്പം നമുക്ക് എന്താ വേണ്ടത്? സ്ട്രക്ചറൽ എറർ കുറച്ച് നിർത്തണം, എന്നാൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ഒത്തിരി കൂടിയും പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിസിഷൻ പോയിന്റ്സിൻ്റെ ഒരു ഒപ്റ്റിമം നമ്പർ എന്ന് പറയുന്നത് 3 to 6 ആണ്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്ന കാര്യങ്ങൾ അതേപടി വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ. പ്രിസിഷൻ പോയിന്റ്സ് എന്താണെന്നൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഫിഗർ എല്ലാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രിസിഷൻ പോയിന്റ്സ് ഒത്തിരി കൂടാനും പാടില്ല, ഒത്തിരി കുറയാനും പാടില്ല. ഒരു ഒപ്റ്റിമം നമ്പറായ 3 to 6ൻ്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ വേണം. സോ എത്ര പ്രിസിഷൻ പോയിന്റ്സ് എടുക്കണം? ഈ 3 തൊട്ട് 6 വരെയുള്ള. അപ്പോൾ നിങ്ങൾ ഓർക്കുമോ 3 ആകുമ്പോൾ 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്താൽ പോരാ. ഓരോരോ പ്രോബ്ലംസ്, അതായത് ഡിസൈൻ പ്രോബ്ലംസ് വരുമ്പോൾ ആ ഒരു നമ്പറിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്.
വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 6 പ്രിസിഷൻ പോയിന്റ്സ് എടുക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ സപ്പോസ് അവർക്ക് ഒത്തിരി സമയമില്ല, ഇത് ഡിസൈൻ ചെയ്യാൻ ഒത്തിരി സമയം കളയാനില്ല, അല്ലെങ്കിൽ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് കമ്പ്യൂട്ടർ പവറോ ഒന്നും ഇല്ല എങ്കിൽ 6 പ്രിസിഷൻ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമയത്തിന് അത് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. സോ ഇതിൽ എത്ര പ്രിസിഷൻ പോയിന്റ്സ് എടുക്കണം എന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഷെബിഷേവ് സ്പേസിംഗ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഈ മെത്തേഡ് വെച്ചാണ്, അതായത് ആ ഒരു ഷെബിഷേവ് സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ പേര് തന്നെയുണ്ട്, ഒരു സ്പേസിംഗ് തീരുമാനിക്കുന്നതാണ്. അതായത് പ്രിസിഷൻ പോയിന്റുകൾക്കിടയിലുള്ള സ്പേസിംഗ് എത്ര വേണം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ടോട്ടൽ എത്ര പ്രിസിഷൻ പോയിന്റ്സ് വേണം എന്നുള്ളത്. ഇപ്പോൾ ഒരു എ തൊട്ട് ബി വരെയുള്ള ഒരു കർവിൻ്റെ ലെങ്ത് നമുക്കറിയാമെങ്കിൽ അതിൻ്റെ ഓരോ പ്രിസിഷൻ പോയിന്റ്സിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസിംഗ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ആ സ്പേസിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പ്രിസിഷൻ പോയിന്റ്സ് ഉണ്ട് എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി. അതാണ് ഷെബിഷേവ് സ്പേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഈ പ്രിസിഷൻ പോയിന്റുകളെ സ്പേസിംഗ് പോയിന്റുകളെന്നും ആക്യുറസി പോയിന്റുകളെന്നും വിളിക്കും. അതായത് അത് ഓർത്തോണം, കാരണം യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിസിഷൻ പോയിന്റ്സിന് പകരം സ്പേസിംഗ് പോയിന്റ് എന്നും ആക്യുറസി പോയിന്റ് എന്നും പേര് ഉണ്ടായിരിക്കും. ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് ഈ പറഞ്ഞതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഷെബിഷേവ് സ്പേസിങ്ങിൻ്റെ പ്രോബ്ലമാണ് ഇനി. പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ ഇത്രയും ഇക്വേഷനിലുണ്ട്. ഈ ഒരു മെത്തേഡ് ചെയ്യണമെങ്കിൽ ഇത്രയും ഇക്വേഷൻസ് കാണാതെ അറിഞ്ഞിരിക്കണം. അതെന്താണ് ടേംസ് എന്നും ഓരോന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും അറിഞ്ഞിരിക്കണം. ഇത് കാണാതെ, ആദ്യമേ കാണാതെ പഠിക്കുക, അല്ലാതെ വേറൊരു ഷോർട്ട് കട്ട് ഇതിനില്ല. ഇത് മനസ്സിലാക്കി പഠിക്കലൊന്നും നടക്കത്തില്ല. ഓക്കെ, കാണാതെ ഇക്വേഷൻസ് കാണാതെ പഠിക്കുക, അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രോബ്ലത്തിൻ്റെയും രീതി ഒന്ന് തന്നെയാണ്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, ഏതൊക്കെ വാല്യൂസ് എവിടെയൊക്കെ ഇട്ട് കൊടുക്കണം എന്നുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് പ്രോബ്ലവും ചെയ്യാം, കാരണം എല്ലാത്തിനും ഒരേ നേച്ചറാണ്. സോ ഇക്വേഷൻസ് കാണാതെ പഠിക്കുക. ഫസ്റ്റ് ജേത്ത് പ്രിസിഷൻ പോയിന്റ്, അതായത് നമ്മളെ പ്രിസിഷൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് ആദ്യമേയൊക്കെ നോക്കുമ്പോഴത്തേനും ഇച്ചിരി എന്താണെന്ന് മനസ്സിലാവാത്തൊരിത് വരും, അത് സ്വാഭാവികമാണ്. 1-2 തവണ അത് ഇക്വേഷൻസ് കാണാതെ എഴുതി നോക്കി പഠിച്ചാൽ അല്ലാതെ ഇത് കിട്ടത്തില്ല. So xj is equal to x bar minus r cos into 2j minus 1 into pi divided by 2n, where x bar is called the mean value of input variable. Input variable in the mean value. X bar കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് xi plus xf by 2. ഇതിൽ xi എന്ന് പറയുന്നത് എക്സിൻ്റെ ഇനിഷ്യൽ വാല്യൂവിനെയും sf എന്ന് പറയുന്നത് എക്സിൻ്റെ ഫൈനൽ വാല്യൂവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് സ്മോൾ ലെറ്റർ ആർ, അതാ ഇവിടെ യൂസ് ചെയ്യുന്ന ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ഓഫ് ഇൻപുട്ട് വേരിയബിൾ, അതാണ് ആർ ഉദ്ദേശിക്കുന്നത്. ആർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ xf minus xi by 2. സോ ഫൈനൽ വാല്യൂ ഓഫ് എക്സ് മൈനസ് ഇനിഷ്യൽ വാല്യൂ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ xi എന്ന് പറയുന്നത് ഇനീഷ്യൽ വാല്യൂ ഓഫ് ഇൻപുട്ട് വേരിയബിൾ, xf എന്ന് പറയുന്നത് ഫൈനൽ വാല്യൂ ഓഫ് ഇൻപുട്ട് വേരിയബിൾ, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രിസിഷൻ പോയിന്റ്സ്. സോ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും എത്ര പ്രിസിഷൻ പോയിന്റ് ഉണ്ട് എന്നുള്ളത്. സോ ജെ എന്ന് പറയുന്നത് പ്രിസിഷൻ പോയിന്റ്, എത്രാമത്തെ പ്രിസിഷൻ പോയിന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജെയുടെ വാല്യൂ 1 to n വരെ വേരി ചെയ്യും. ഈ n എന്ന് പറയുന്നതാണ് പ്രിസിഷൻ പോയിന്റ്. ജെ ഇപ്പം നമ്മളോട് പറയുവാണ് 3 പ്രിസിഷൻ പോയിന്റേ ഉള്ളൂ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ജെ 1, 2, 3 ആവാം. ഇപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ് എന്നിൻ്റെ വാല്യൂ 6 ആണെങ്കിൽ ജെ 1, 2, 3, 4, 5, 6 വരെ വേരി ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഈ വാല്യൂ ഇട്ടാണ് നമ്മൾ x1, x2, x3 to xnൻ്റെയും y1, y2, y3 to ynൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഇതിപ്പം മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇക്വേഷൻസ് കാണാൻ പഠിക്കുക, ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കിട്ടിക്കോളും. ഓക്കെ, സോ ഇത് അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്. ഇതും കാണാതെ പഠിക്കേണ്ടതാണ്. ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ. ഇത്രയും പ്രോബ്ലത്തിനും ഈ ഇക്വേഷൻസ് എല്ലാം വേണം. ഇത് കാണാതെ എഴുതി പഠിച്ചാലല്ലാതെ ഒരിക്കലും ഇത് കിട്ടത്തില്ല. അത്രയ്ക്ക് പാടാണ് ഇക്വേഷൻസ്. ഉറപ്പായിട്ട് 100% ഷുവറായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉള്ളതാണ്. ആ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാനുള്ള ടിപ്പായിട്ട് കണ്ടാൽ മതി ഈ കാണാതെ പഠിത്തം. ഈക്വേഷൻ θf minus θi by xf minus xi, that is equal to kx, that is also equal to θj minus θi by xj minus xi. ഇതിൽ തീറ്റ ഡിനോട്ട് ചെയ്യുന്നത് നമ്മളുടെ ഇൻപുട്ട് അല്ലെങ്കിൽ ക്രാങ്കിൻ്റെ ആംഗിളുകളെയാണ്.
ഇനിഷ്യൽ ആംഗിളിനെ തീറ്റ ഇ എന്നും ഫൈനൽ ആംഗിളിനെ തീറ്റ എഫ് എന്നും വിളിക്കും. ക്രാങ്കിൻ്റെ ഇനിഷ്യൽ ആംഗിളിനെ തീറ്റ ഇ എന്നും ക്രാങ്കിൻ്റെ ഫൈനൽ ആംഗിളിനെ തീറ്റ എഫ് എന്നും വിളിക്കും. സിമിലർലി അതേ സ്ഥാനത്ത് തീറ്റയുടെ സ്ഥാനത്ത് ഫൈ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് ഈ രണ്ട് ഇക്വേഷൻസും പരസ്പരം റിലേറ്റ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. തീറ്റയുടെ സ്ഥാനത്ത് ഫൈ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫൈ എഫ് മൈനസ് ഫൈ ഐ ബൈ എക്സിൻ്റെ സ്ഥാനത്ത് വൈ യു ഇട്ട് കൊടുക്കണം. വൈ എഫ് മൈനസ് വൈ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ജെ മൈനസ് ഫൈ ഐ ബൈ വൈ ജെ മൈനസ് വൈ ഐ. ഈ ഇക്വേഷനും കാണാതെ പഠിച്ചിരിക്കണം. ഇതിൽ കെ എക്സ് ആൻഡ് കെ വൈ എന്ന് പറയുന്നത് ഷേപ്പ് ഫാക്ടറുകളാണ്. ഇത് ഒരു തവണ ഷേപ്പ് ഫാക്ടർ എന്താണെന്നും കൂടെ പറഞ്ഞ് ചോദിച്ചായിരുന്നു. ഷേപ്പ് ഫാക്ടർ എന്താണ്, ഡിഫൈൻ ഷേപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞ് ചോദിച്ചായിരുന്നു. അന്നേരം ഈ ഇക്വേഷൻ എഴുതി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഓക്കെ, സോ ഇത് തീറ്റ എഫ് തീറ്റ ഐ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വാല്യൂ ഓഫ് ഇൻപുട്ട് ക്രാങ്ക് ആംഗിൾ, ഫൈ എഫ് ഫൈ ഐ എന്ന് പറയുന്നത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ക്രാങ്ക് ആംഗിൾ. ഇനി ഇതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ, ഇതൊക്കെ തിയറി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും എഴുതി വെക്കാനും ഉള്ള ഒരു എളുപ്പമാർഗമായിട്ട് ഞാൻ ഇതിനെയൊക്കെ ഒരു ഫിഗർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ആ ഫിഗർ. ഇത് ക്രാങ്കിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ AB1, ക്രാങ്കിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ ക്രാങ്ക് AB1, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തീറ്റ ഐ. ക്രാങ്കിൻ്റെ ഫൈനൽ പൊസിഷൻ AB2, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തീറ്റ എഫ്. ഓക്കെ, സോ ക്രാങ്കിൻ്റെ ഇനീഷ്യൽ പൊസിഷനെ എക്സിൻ്റെ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ XI, ഫൈനൽ പൊസിഷനെ XF ഉപയോഗിച്ച്. ഇനി ഇത് ഔട്ട്പുട്ടിൻ്റെ ലിങ്ക്, ഔട്ട്പുട്ട് ലിങ്കിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ DC1, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ആംഗിൾ ഫൈ ഐ ഉപയോഗിക്കുന്നു. ഔട്ട്പുട്ട് ലിങ്കിൻ്റെ ഫൈനൽ പൊസിഷനായ DC2നെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഫൈ എഫ് ഉപയോഗിക്കുന്നു. കറസ്പോണ്ടിങ് y വാല്യൂസ് എടുക്കുകയാണെങ്കിൽ ഇനീഷ്യൽ പൊസിഷനെ YI ഉപയോഗിച്ചും YF ഉപയോഗിച്ചും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇത് കുറച്ചും കൂടെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തിയറി ആയിട്ടൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ചെബിഷെവ് സ്പേസിങ്ങിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. ഞാൻ പ്രോബ്ലം ഇന്ന് ഏതായാലും ചെയ്യിക്കുന്നില്ല, ഇക്വേഷൻസ് കാണാതെ പഠിക്കാതെ. അത് നാളെ ഞാൻ എല്ലാവരോടും ഇൻഡിവിജ്വലി ചോദിച്ചിട്ടേ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നുള്ളൂ. കാരണം ഏതായാലും ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ഇനി മര്യാദയ്ക്ക് അങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി. ഇൻഡിവിജ്വലി എല്ലാവരോടും ഞാൻ ഇത്രയും കാര്യങ്ങൾ തീറ്റ ഐ തീറ്റ എഫ് ഫൈ ഐ ഫൈ എഫ് XI XF എല്ലാം ചോദിക്കും. അപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം ചോദിക്കരുത്, ഇപ്പോൾ ചോദിച്ചോണം. സംശയം ചോദിക്കാനുള്ള സമയമാണ് ഇപ്പോൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം.